lightweight Kanda weaving sarees. ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. വി ഹാവ് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് വീവിങ് ഇൻ ദിസ് വൺ. ഇതിനകത്ത് നമുക്ക് ഒരു ചെക്ക് ഓർഗൻസയുടെ വീവിങ് സ്റ്റൈലും കൂടെ കൊണ്ടുവന്നിട്ട് ചെയ്തേക്കാണ്. അതിൻ്റെ ആ ഒരു ക്ലോസറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഒരു ലൈറ്റായിട്ട് നമ്മുടെ ഓർഗൻസയിൽ വരുന്ന അതേ ഒരു വീവിങ് സ്റ്റൈലിൻ്റെ അകത്ത് ത്രെഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു സിൽവറി യാൻസ് തന്നെ കാന്ത വീവിങ് സ്റ്റൈലിൽ യൂസ് ചെയ്തേക്കുന്ന അതേ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ അതിനകത്ത് ചെക്ക് ഓർഗൻസ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് സ്ട്രൈപ്പ് ലുക്കിനകത്ത് തിക്കർ വീവിങ് പാറ്റേണിൽ ഭഗൽപൂരി ലിനൻ്റെ ആ ഒരു ലുക്ക് കൊടുത്തിട്ട് അതിനകത്ത് കാന്ത വീവിങ് ഒരു ഡയമണ്ട് പാറ്റേൺ ആണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സട്ടിൽ ഓലിവ് ഗ്രീൻ ഷെയ്ഡ്, ഒരു ലൈറ്റ് ഓലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു സോൾട്ടഡ് ഓലിവിൻ്റെ ഒക്കെ ഒരു ടോണിൽ. ആൻഡ് ഇത് ഓൺലി 1199 ആണ്. ആൻഡ് ദീസ് ആർ റെഡി ടു ഡിസ്പാച്ച് ആസ് വെൽ. നമുക്കിതിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഡേയ്സിൽ തന്നെ നമുക്കിതിനകത്ത് കിട്ടുന്നൊരു രീതിയിലാണ് നമ്മളിതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേരിയേഷനിൽ നമ്പർ ഓഫ് കളേഴ്സും കൂടെയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. MRD 337 ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലുക്കിൽ തന്നെ നമുക്ക് ഇതിനകത്തൊരു ബ്രിക്ക് മറൂൺ വരുന്നുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആസ് വെൽ. ആൻഡ് ഇതെല്ലാം ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. നമ്മുടെ ഭഗൽപൂരിൽ നിന്നതിൻ്റെ അകത്ത് നമുക്കറിയാം ആ ഒരു സ്റ്റാർച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫീലിലൊക്കെ ആണെങ്കിലും ആ ഒരു ഉടുക്കാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു സാരീസ് നമുക്കൊരു വീവിങ് സ്റ്റൈലും കൂടെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി നമുക്ക് ആ ഒരു വേർട്ടിക്കൽ പാറ്റേണും കിട്ടും. വിതൗട്ട് ബോർഡർ ആയതുകൊണ്ടും ഇറ്റ് വിൽ മേക്ക് യു ലുക്ക് റിയലി ടോളർ, കൺവീനിയൻറ്റുമാണ്. കളേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള കളേഴ്സുമാണ്. ഏതൊരു ഒക്കേഷനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ഉള്ള ഒരു കോമ്പിനേഷൻസിലൊക്കെയുള്ള ബ്ലൗസസ് ആണെങ്കിൽ ഈസിലി യു ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ വർക്ക് വെയർ. ആൻഡ് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസിനകത്ത് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗൽപൂരിയിൽ എൻ്റെ സ്ട്രൈപ്പ് വീവിങ് ആണ്, തിൻ സ്ട്രൈപ്പാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി പല്ലു. നോവൽറ്റി യാൻസിൻ്റെ കെസിയ വീവിങ് പാറ്റേണും കൂടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 1199 റേഞ്ച് റെഡി ടു ഡിസ്പാച്ച്. MRD 337 എന്ന കോഡിലും കൂടിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിക്ചേഴ്സും എല്ലാം ഡ്രൈവ്ഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ബനാറസി കത്താൻ വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു നല്ല ഭംഗിയുള്ള 4 ഷെയ്ഡ്സ്. സാരി നല്ല ഭംഗിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ടസർ ആണോ എന്ന് ഡൗട്ട് തോന്നും. പക്ഷേ ഇത് ആക്ച്വലി ടസർ സാരിക്കകത്ത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ വീവിങ് സ്റ്റൈലും കൂടെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ടസർ സാരീസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹെവി ആയിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബനാറസി കത്താൻ വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗോൾഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള വീവിങ് സ്റ്റൈൽ ബോർഡറും കൂടെ. അത് അതിനകത്ത് ഭയങ്കര സട്ടിലായിട്ടാണ് ഒരു ബോർഡർ. ചിലർക്ക് ബോർഡർ പാറ്റേൺ അത്ര ഒരു ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്കും പ്രിഫർ ചെയ്യുന്നൊരു പാറ്റേൺ അല്ല. പക്ഷേ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ബോർഡറായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കത്തില്ല. അതൊരു ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ലുക്കിലാണ് വരുന്നത്. നല്ല ഒതുങ്ങിയ പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നല്ല ഇങ്ങനെ നേർത്ത് നമുക്കിങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന പ്ലീറ്റ്സ് കിട്ടുന്നത് അങ്ങനത്തെ ഒരു ലുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് സാരി. അതിൻ്റെ കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബോഡി ഫുൾ ഇതെല്ലാം വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് അല്ല. നമുക്ക് അതിൻ്റെ ഒരു ഇൻസൈഡ് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. സിമിലർ ടു ഒരു ജാംദാനിയുടെയൊക്കെ ഉള്ള ഒരു ടൈപ്പിലുള്ള ഒരു വീവിങ് സ്റ്റൈൽ. അത് മൾട്ടി കളേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഫ്ലോറൽസിൻ്റെ ഒരു സ്കാറ്റേഡ് ആൻഡ് ഷോർട്ട് ബനാറസി പല്ലുവാണ് കേട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ബനാറസി ഡിസൈൻസിനകത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് വരുന്ന അതേ ഒരു പാറ്റേണിലാണ് അതിൻ്റെ പല്ലു. ഷോർട്ട് ബനാറസി ഡയമണ്ട് വീവിങ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് ജസ്റ്റ് ക്ലോസ് എല്ലാം കൂടി കാണിച്ചു തരാം. ഒരു വീവിങ് സ്റ്റൈൽ അതിനകത്ത് ഫുള്ളായിട്ട് ഡയമണ്ട് വീവിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും കൂടെ ഒരു ബേജ് ടസറിൻ്റെ തന്നെ ഒരു ബേജ് ഷെയ്ഡാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻസിൻ്റെ വീവിങ് സ്റ്റൈലും കൂടെ വന്നിട്ടാണ്. അപ്പോൾ പ്ലെയിൻ ബ്ലൗസ് ആകത്തില്ല. നമുക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊരു സ്ലീവിൻ്റെ എഡ്ജിലൊക്കെ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സോ ദിസ് ഇസ് ഫസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഒരേ ലുക്കിൽ വന്നിട്ടുള്ള 3 ഷെയ്ഡ്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് എ പിസ്ത ഗ്രീൻ. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു സറിയുടെ ബോർഡർ കാണാൻ പറ്റും. കുറച്ചും കൂടി എടുത്തറിയും എന്നുള്ളൊരു ലുക്കിലാണ് അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വരുന്നത്. അത് തിരിഞ്ഞു പോയേട്ടോ. വെയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് ഇതാണ്. നമുക്ക് ആ ഒരു ടസറിൻ്റെതായിട്ടുള്ള ഒരു കളർ ഗ്രഡേഷനൊക്കെ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതും സെയിം മോട്ടീഫ് തന്നെയാണ് അതിനകത്ത്. പക്ഷേ അതിനകത്ത് കളറിൻ്റെ ബേസ് നമുക്ക്
ആ ഒരു ബേജിൽ നിന്ന് മാറി ആ ഒരു പിസ്ത ആകുമ്പോഴത്തേക്ക് ഓരോ കളേഴ്സ് നല്ല വേറൊരു രീതിയിലായിരിക്കും ഓരോ ഷെയ്ഡ്സിൻ്റെ അകത്തും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിലൊരു കോൺട്രാസ്റ്റ് ബനാറസി ബ്ലൗസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഒരു കത്താൻ വീവിങ് വളരെ സോഫ്റ്റാണ്, തൊടാൻ നല്ല സോഫ്റ്റാണ്. നമ്മൾ സാധാരണ ടസ സാരീസിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു വെയിറ്റ് വരും. അത് നമ്മുടെ ആ ഒരു ബോർഡറിൻ്റെ ആ ഒരു ഇതും കൂടെയൊക്കെ വരുന്നത് കൊണ്ടാണ്. ബോർഡറിന് കുറച്ചും കൂടി ഒരു വെയിറ്റ് വരും. അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഫുള്ളായിട്ട് ബനാറസി ബൂട്ടാസ് വരുന്നുണ്ട്. സെയിം ലുക്കിൽ തന്നെ ഒരു പീച്ച് ടോൺ വരുന്നുണ്ട്. ഒരു ചെറിയതായിട്ടുള്ള ഒരു ബാൺ ഷെയ്ഡും കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കാര്യമ്പോൾ ഒരു ലുക്ക്. ഒക്കേഷണലായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡേ ടൈം ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഒരു കാഞ്ചീപുരം സ്റ്റൈലിൽ നിന്ന് കുറച്ചൊന്ന് മാറി വേറെ എന്തെങ്കിലും ഒരു ലുക്ക് നോക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. വർക്ക് ചെയ്ത് ബ്ലൗസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ഒക്കേഷണൽ വെയറിന് റെഡി ആവും. നമുക്ക് ഈവൻ നമ്മളിപ്പോൾ സിസ്റ്റേഴ്സിനോ അമ്മമാർക്കോ ഒക്കെ എല്ലാം ഇത് നമുക്ക് ഈ ഒരു കളർ പാലറ്റ് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റുന്നതുമാണ്. നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് എടുത്ത് കഴിയുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു എടുത്ത് നിൽക്കുന്ന ഒരു ഗോൾഡൻ യെല്ലോ. അപ്പോൾ വെഡ്ഡിങ് ലുക്സിന് ആക്ച്വലി പെർഫെക്റ്റ് ആണ്. 799 റേഞ്ചിൽ വരുന്ന സാരീസാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ആ ഒരു ബ്ലൗസ് നിൽക്കുകയും ചെയ്യും. അതിനകത്ത് എല്ലാത്തിനകത്തും ഈ ഒരു കുഞ്ഞ് ബോർഡർ പാറ്റേണും കൂടെ നമ്മുടെ സാരിയുടെ ബോർഡറിൽ വരുന്ന അതേ ഒരു ഇത് അതിന് കുറച്ചും കൂടെ തിന്നറായിട്ടുള്ള ഒരു ലുക്കാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ CA 107 111 എന്നുള്ള 2 കോഡ്സിനകത്തായിട്ടായിരിക്കും അവൈലബിൾ ആയിരിക്കുക. കത്താൻ ബനാറസി വീവിങ് സ്റ്റൈലിൽ വന്നിട്ടുള്ള മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന വീവിങ് വോവൺ ഫ്ലോറൽസും കൂടെയാണ് അതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈലിൽ വന്നിരിക്കുന്ന സാരി ഒരുപാട് കളേഴ്സിൽ കൊണ്ടുവന്നേക്കാം കേട്ടോ. വി ഹാവ് അറൗണ്ട് ലൈക്ക് 9 ഷെയ്ഡ്സ് ഇൻ ദിസ് ആൻഡ് ദീസ് ആർ റെഡി ടു ഡിസ്പാച്ച്. നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിലും ഈ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ബ്ലൗസസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്കിൽ വരുന്ന സാരി. ആൻഡ് അതിനകത്ത് തന്നെ ഒരു വീവിങ് സ്റ്റൈലിലാണ് ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇതിനകത്ത് ഈ ഒരു കാന്ത വീവിങ് സ്റ്റൈലിൽ വരുന്ന സാരീസ് നമ്മൾ ഭഗൽപൂരി ലിനനിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്രാവശ്യം ഇതിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് ഇസ് വി ഹാവ് ബോത്ത് വീവിങ് സ്റ്റൈൽ. ഇതിനകത്ത് ചെക്ക് ഓർഗൻസയുടെ വീവിങ് സ്റ്റൈലും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഭഗൽപൂരി വീവിൻ്റെ അകത്ത് കാന്ത ലൈൻസും കൂടെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക്, ഒരു വയലറ്റ് ആൻഡ് ഒരു പീച്ച് ടോൺ, ലെമൺ യെല്ലോ, ക്ലൗഡ് ബ്ലൂ, ടീൽ ഗ്രീൻ ആൻഡ് ദെൻ ബ്രിക്ക് മറൂൺ, നല്ല ഒരു റെഡ് ഷെയ്ഡും ഒരു ഗ്രേ ടോണും കൂടെ ആയിട്ട് ഒരുപാട് ലൈറ്റുള്ള ഡാർക്കും അല്ലാത്തൊരു ഗ്രേ ഷെയ്ഡ്. അപ്പോൾ ദീസ് ആർ റിയലി പെർഫെക്റ്റ് ഫോർ യുവർ ഡെയിലി വെയർ, വർക്ക് വെയറിന് നല്ലതാണ്. കാരണം സാരിക്ക് നല്ലൊരു സ്റ്റൈല് വരുന്നുണ്ട്. നമുക്ക് ആക്സസറൈസ് ഒക്കെ ചെയ്യാനായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്ന പോലത്തെ ബ്ലൗസസ് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. BM 115 എന്ന കോഡിലാണ് ഇത് വരുന്നത്. 1499 റേഞ്ചിൽ വരുന്നത്. ആൻഡ് വി ഹാവ് അജ്രക് പ്രിൻറ്റ് കമ്പൈൻഡ് വിത്ത് എംബ്രോയിഡറി. അത് PV മെറ്റീരിയൽ. യു ക്യാൻ പെയർ വിത്ത് ന്യൂമറസ് നമ്പർ ഓഫ് സാരീസ്. അപ്പോൾ ഇത് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് മെറ്റീരിയൽ വരുന്നുണ്ട്. ബാക്കിലും ഈ ഒരു സെയിം പാനൽ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ബ്ലൗസ് സ്ട്രൈപ്സിലുമാണ് കൊടുത്തേക്കുന്നത്. അത് റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് സ്ട്രൈപ്സ് ആണ്. പകൽപുരി ലിനനിലാണ് വരുന്നത്. 1199 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി വയലറ്റ് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് പീച്ച് ടോൺ. ഞാനിത് എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല, എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു കളേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ലുക്ക് കാണാം. ആൻഡ് വി ഹാവ് ദിസ് കെസിയ വീവിങ്, നോവൽറ്റി യാൻസിൽ കെസിയ വീവിങ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇന്നർ എഡ്ജിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കട്ട് യാൻസ് കാണാം. ഡാമേജ് അല്ല. പവലൂമിൽ ചെയ്യുമ്പോഴത്തേക്ക് സാരീസ് യാൻസ് കട്ട് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആൻഡ് ബഡ്ജറ്റ് റേഞ്ചാണ്. ആൻഡ് ഈ സാരീസ് നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ ആദ്യത്തെ ഫ്യൂ വാഷസ്. ബിക്കോസ് വി ഹാവ് എ സർട്ടൻ കൈൻഡ് ഓഫ് എ ഫിനിഷ് കൊടുത്തിട്ടാണ് നമുക്ക് ഇതിനകത്ത് ആ ഒരു ടസറിലൊക്കെ വരുന്ന പോലത്തെയുള്ള ഒരു ഫോൾ ഇതിനകത്ത് വരുന്നത്. ഇറ്റ്സ് നോട്ട് ടു സ്റ്റാച്ച്ഡ്. ഈ സാരീസിൻ്റെ കളക്ഷൻ ടു സ്റ്റാച്ച്ഡ് അല്ല. യു ക്യാൻ ഓൾവേസ് ആഡ് സ്റ്റാച്ച് ആൻഡ് ഡ്രൈ ക്ലീൻ. സോ ദിസ് ഇസ് ലെമൺ യെല്ലോ. ഇത്
കോഡ് വരുന്നത് MRD338 ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ. ദിസ് ഇസ് ഓൾസോ MRD338 ആൻഡ് ക്ലൗഡ് ഗ്രേ, ഒരു ബ്ലൂ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗ്രേ ഷെയ്ഡാണ്. സോ ഇതിൻ്റെ ഇതും MRD338 തന്നെ വന്നിരിക്കുന്നത് 1199 റേഞ്ചിൽ. സോ ദിസ് ഇസ് ദി ലുക്ക്. ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ബ്ലൗസ് സെയിം ലുക്ക് തന്നെയാണ് കേട്ടോ. ആ ഒരു സ്ട്രൈപ്പ് വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബ്ലൗസാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇത് അടുത്ത കോഡിലായിരിക്കും കേട്ടോ. MRD339 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. ടീൽ ഗ്രീൻ ഷെയ്ഡ്. ഇതാണ് വെയർ ചെയ്യുമ്പോൾ ഉള്ള ലുക്ക്. ആൻഡ് ബ്ലൗസ് പീസ് ഇതാണ് ആ ഒരു സ്ട്രൈപ്പ്, ഒരു സിൽവറി വൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചെക്ക് ഓർഗൻസയിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റ് ട്രാൻസ്പെറൻസി വരും. പക്ഷെ ഉടുക്കുമ്പോഴത്തേക്ക് ട്രാൻസ്പെറൻസി വരത്തില്ല കേട്ടോ. നമുക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. നമുക്കപ്പം മാറ്റി നമ്മൾ എപ്പോഴും ചിലപ്പോൾ നമ്മൾ സിംഗിൾ പ്ലീറ്റ് ഇടും, ചിലപ്പോൾ കാഷ്വൽ പ്ലീറ്റ്സ് ഇടും. അപ്പോൾ സിംഗിൾ പ്ലീറ്റ് എടുത്ത് ഇടണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ഫോർ ബാക്ക് ഓപ്പൺ ബ്ലൗസ്. ആൻഡ് ബ്രിക്ക് മറൂൺ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഷെയ്ഡ്സ് ഒക്കെ മിക്ക നമുക്ക് ആ ഒരു വർക്ക് വേ കോൺസെപ്റ്റിൽ വർക്ക് ആവുന്നതാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് ഇസ് ഓൾസോ വെരി കൺവീനിയൻറ്റ്. നമുക്ക് ഇതിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആണ്. ദിസ് ഇസ് റെഡ്, നല്ലൊരു റെഡ് ഷെയ്ഡ്, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു റെഡ് ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ടീലും ആ ഒരു റെഡുമാണ് കോമ്പിനേഷൻസിനകത്ത് വന്നിരിക്കുന്നതിനകത്ത് ബ്രൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ. ആൻഡ് ദിസ് ഇസ് ദി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഗ്രേ ഷെയ്ഡ്. ബോർഡർലെസ് ലുക്കാണ്. സ്ട്രൈപ്സ് ഓൾവേസ് ഹെൽപ്പ് യു ടു മേക്ക് യു ലുക്ക് ടോളർ. നല്ലൊരു ഓപ്ഷനാണ്. ലൈറ്റ് വെയ്റ്റ് സാരിയാണ്. ആ ഒരു ചെക്ക് ഓർഗൻസ ലുക്കും കൂടെ ഇതിനകത്ത് വന്നിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. 1199 റേഞ്ചിൽ വന്നിരിക്കുന്ന MRD339 ആൻഡ് 338.